ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ ആ മനുഷ്യന്റെ ഫോൺ ഇനി ഒരിക്കലും വരരുതെന്നാ. എന്തിനാണാവോ അയാൾ ഇപ്പൊ എന്നെ വിളിച്ചത്? അയാൾ എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് കരുതി സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നു ഞാൻ. ആന്റി, അതാരോ ആന്റി പറ്റിക്കാൻ വിളിച്ചാണെന്ന് ഉറപ്പാ. എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കിയ ആളാണ് അയാൾ. സത്യം പറഞ്ഞ അയാൾ എന്റെ മനസ്സിൽ എന്നേ മരിച്ചതാ. ആ ആള് വീണ്ടും വരിക എന്ന് പറഞ്ഞാ ഞാൻ എങ്ങനെ സമാധാനിക്കും ഹർഷേ? അതൊക്കെ വിടാ ആന്റി. ഇനി അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ആന്റി ഇപ്പൊ ചിന്തിക്കേണ്ടതേ ഈ യാത്രയെക്കുറിച്ചാ. പിന്നെ ആന്റി, ഇന്ദ്രൻ മകനല്ലെന്ന് പറഞ്ഞതിന് ശേഷം പോകുന്ന ആദ്യത്തെ യാത്രയാ. ഈ യാത്രയിലൂടെ ഇന്ദ്രനെ പഴയ പോലെ ആന്റിയുടെ സൈഡാക്കി മാറ്റണം. അമ്മ പറഞ്ഞാൽ മരിക്കാൻ പോലും തയ്യാറാകുന്ന ഇന്ദ്രനാക്കി മാറ്റിയ നമ്മൾ ജയിച്ചു ആന്റി. അതൊന്നും അത്ര എളുപ്പമല്ല ഹർഷേ. ആന്റിക്കത് സാധിക്കും. എനിക്ക് ആന്റിയിൽ വിശ്വാസമുണ്ട്. പിന്നെ ഇന്ദ്രനെ അങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ അനുപമ ഇന്ദ്രനെ നകലണം. നിങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അനുപമ ഇന്ദ്രന്റെ കൂടെ ഉണ്ടാവരുത്. ഇന്ദ്രൻ തന്നെ അവളെ ആട്ടി ഓടിക്കണം. ഇനിയിപ്പം നീ പറഞ്ഞതുപോലെയൊക്കെ നടക്കണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം. ഈശ്വരൻ നമുക്കൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ദ്രൻ ഈ യാത്രയ്ക്ക് സമ്മതിച്ചത്. ഇനി ആന്റി സ്വന്തം മിടുക്കാ തെളിയിക്കേണ്ടത്. സത്യം പറയാലോ ഹർഷേ, ഞാനിപ്പോ അതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ല. എന്റെ മനസ്സിലിപ്പം ആ മനുഷ്യനെ എങ്ങനെ ഒഴിവാക്കൂന്നുള്ള ചിന്തയാ. എന്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും നരകിച്ചതും കഷ്ടപ്പെട്ടതും അയാളുടെ കൂടെ ജീവിച്ച സമയത്താ. ഇപ്പൊ എല്ലാം സ്വസ്ഥമായി നടക്കുന്ന സമയത്ത് വീണ്ടും ഒരു തിരിച്ചുവരവ്. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് അവരുടെ സീമന്തരേഖയിലെ സിന്ദൂരമായിരുന്നെന്നായിരിക്കും. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് പറ്റിച്ച് നാടുവിട്ടവനാ അയാള്. ഇനി ഒരിക്കൽ കൂടി അയാളെ കാണാൻ ഇടയാവാതിരുന്നാൽ മാത്രം മതി. അതങ്ങനെ വരൂ ആന്റി. അയാൾ ഒരിക്കലും ഇനി വരില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കയ്യിൽ വന്ന നല്ലൊരവസരം നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങനെ നല്ലൊരവസരം കയ്യിൽ വന്നത്. ഈ നിമിഷം മുതൽ ആന്റിയുടെ ചിന്ത എങ്ങനെ ഇന്ദ്രനെയും അനുവിനെയും തമ്മിലകറ്റി ഇന്ദ്രനെ ആന്റിയെ മാത്രം സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്നതായിരിക്കണം. അത് നടന്നാൽ ഇനി ആ ശേഖരൻ തിരിച്ചു വന്നാൽ തന്നെ ആന്റിക്ക് വേണ്ടി അയാളെ എതിർക്കുന്ന ആദ്യത്തെ വ്യക്തി ഇന്ദ്രനായിരിക്കും. അമ്മ പറഞ്ഞാൽ ജനിപ്പിച്ച അച്ഛനെ പോലും കൊല്ലുന്ന അവസ്ഥയിലേക്ക് അവനെ മാറ്റിയെടുക്കണം. അതിന് ഇന്ദ്രനും അനുപമയും തമ്മിൽ അകലണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആന്റിയെ കൊണ്ട് സാധിക്കും. എനിക്ക് ആന്റിയിൽ വിശ്വാസമുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക ഹർഷേ. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നോ? അച്ഛനെന്താ അമ്മ പറ്റിയേ? അച്ഛനൊന്നും പറ്റിയിട്ടില്ല. എന്റെ ലച്ചുമോള് വിഷമിക്കണ്ട കേട്ടോ. കളിക്കും. ഇനി എന്നും അച്ഛൻ മോളുടെ കൂടെ കളിക്കാനുണ്ടാവും കേട്ടോ.